നമസ്കാരം, മ്യൂസിക് വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറേ ഗ്യാപ്പുകൾക്ക് ശേഷമാണ് ഈ കീബോർഡ് ക്ലാസ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അത് കുറേ കംപ്ലയിൻസ് ഉണ്ട്, കീബോർഡിന് കുറേ കംപ്ലയിൻസ് ഉണ്ട്. ഇപ്പോഴും അതാണ് റെഡി ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ലെസൺ ഒന്ന് നോക്കാം. ഇന്നത്തെ ലെസൺ ഇവിടെ പഠിക്കാൻ പോകുന്നത് ബ്യൂഗിൾ കാൾ എന്നുള്ള 17ാമത്തെ ലെസനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ രണ്ട് സ്കെയിൽ വരുന്ന ലെസനാണ് പഠിച്ചത്. അതായത് സി മേജർ ഫസ്റ്റ് പഠിച്ചു, രണ്ടാമത് എഫ് മേജർ എന്നുള്ള സ്കെയിലിൽ വരുന്ന ലെസനാണ് നമ്മൾ മൊത്തത്തിൽ പഠിച്ചത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 17ാമത്തെ ലെസൺ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏത് സ്കെയിലാണ് ഈ ലെസൺ വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ മനസ്സിലായി എന്നുള്ളത്. അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന മെത്തേഡ് കൂടെ നോക്കി പഠിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കീ സിഗ്നേച്ചർ, ടൈം സിഗ്നേച്ചർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കീ സിഗ്നേച്ചർ അതായത് സി മേജർ ആകുമ്പോൾ കംപ്ലീറ്റ് എല്ലാം നാച്ചുറലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാർപ്പോ ഫ്ലാറ്റോ ഒന്നും സൈൻ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പഠിച്ച എഫ് മേജറാണ്. എഫ് മേജറിനകത്ത് ബി ഫ്ലാറ്റായിട്ടാണ് കാണിച്ചിട്ടുണ്ടായത്. അതിൻ്റെ ഒരു കീ സിഗ്നേച്ചർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ പഴയ ലെസനൊക്കെ എടുത്ത് നോക്കുക. ഇത് സി മേജർ എന്നുള്ള സ്കെയിലാണ് കേട്ടോ ഈ സോങ് ചെയ്തിരിക്കുന്നത്. ഈ ബ്യൂഗിൾ കാൾ എന്നുള്ളത് സി മേജറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നാച്ചുറലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബി ഒന്നും ഫ്ലാറ്റോ ഒന്നുമില്ല കേട്ടോ, എല്ലാം നാച്ചുറലാണ്. അപ്പോൾ നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്ന നോട്ട് ജി എന്നുള്ളതാണ്. ഇതിൻ്റെ കുറേ ഭാഗത്തെല്ലാം 8th നോട്ടാണ് വരുന്നത് കേട്ടോ. തുടക്കത്തിലൊക്കെ 8th നോട്ടാണ് വരുന്നത്. സെക്കൻഡ് ബാറിൽ 3ാമത്തെ നോട്ട് ക്വാർട്ടർ നോട്ട്, പിന്നെ എല്ലാം 8th നോട്ട്. പിന്നെ തേർഡ് ബാറിലും 5ാമത്തെ നോട്ട് ക്വാർട്ടർ നോട്ടായിട്ടാണ് കാണുന്നത്. അങ്ങനെ ക്വാർട്ടർ നോട്ടും 8th നോട്ടൊക്കെ നിങ്ങൾക്ക് അറിയാം, എങ്കിലും ജസ്റ്റ് പറഞ്ഞു പോവാണ്. അപ്പോൾ ഞാനതൊന്ന് പ്ലേ ചെയ്യാം. സ്ലോവിൽ ആദ്യം പ്ലേ ചെയ്ത് കാണിക്കാം. ആദ്യം വരുന്ന നോട്ട് ലെഫ്റ്റ് ഹാൻഡ് നോട്ടാണ് ജി. ഇതാണ് ഫസ്റ്റ് വരുന്ന നോട്ട് ജി. ഇനി അടുത്തത് റൈറ്റ് ഹാൻഡ്. അപ്പോൾ എഫ് ക്ലഫിൽ വരുന്ന ലെഫ്റ്റ് ഹാൻഡും ജി ക്ലഫിൽ വരുന്ന റൈറ്റ് ഹാൻഡ് നമ്മൾ മുമ്പ് പഠിച്ചാണ്, എങ്കിലും ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രം. ഇനി റൈറ്റ് ഹാൻഡിൽ വരുന്ന നോട്ട് സി. അപ്പോൾ നോട്ടുകൾ ഇപ്പോൾ പ്ലേ ചെയ്ത് ജി സി. ആദ്യം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട്. ഇനി റൈറ്റ് ഹാൻഡ് നോട്ടാണ് അടുത്തത്. സെക്കൻഡ് ബാറിൽ ലാസ്റ്റ് വരുന്ന സി എന്നുള്ള നോട്ട് പോലെ സി ജി. ഇനി ലാസ്റ്റ് നോട്ട് സി. അടുത്ത സെക്കൻഡ് ലൈനിൽ ജിക്ക് പോകും. അത് റൈറ്റ് ഹാൻഡാണ്. സി ജി. അത് സി റൈറ്റ് ഹാൻഡ്, ജി ലെഫ്റ്റ് ഹാൻഡ്. അടുത്തത് ജി സി. ഇതൊന്ന് സ്ലോയിൽ വായിക്കാം. ഓക്കെ, ഇനി കുറച്ചുകൂടി സ്പീഡ് കൂട്ടി വായിച്ച് പഠിക്കാം. ഇങ്ങനെ വായിച്ച് പഠിക്കുക. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ലെസൺ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.